സ്നേഹം അത് വല്ലാത്തൊരു അനുഭവമാണ്. ഈ കഥ ഒരു സ്നേഹത്തിന്റെ കഥ തന്നെ. കഥയിലെ നായകരിൽ ഒരാൾ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത യുവപ്രതിഭ വിഘ്നേഷ് പുത്തൂരും രണ്ടാമൻ അദ്ദേഹത്തിന്റെ ആദ്യകാല വഴികാട്ടി ഷെരീഫ് ഉസ്താദും. പശ്ചാത്തലം ചെന്നൈ ചെപ്പോക്ക് ആതിഥ്യം വഹിച്ച ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 18ാം സീസണിലെ 2ാം മത്സരം. മൈതാനത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സും സൂര്യകുമാർ യാദവ് നയിക്കുന്ന മുംബൈ ഇന്ത്യൻസും. കളിക്ക് മുൻപ് ടീം ലൈനപ്പ് വരുന്നു. മുംബൈ പട്ടികയിലെ ഇമ്പാക്റ്റ് താരമായ ഒരു മലയാളി വിഘ്നേഷ് പുത്തൂര്. കമന്ററി ബോക്സിലിരുന്ന് ഹർഷ ബോഗ്ലെ പറയുന്നു, എ ലിറ്റിൽ സ്റ്റാർ ഫ്രം മലപ്പുറം. കേരള മുംബൈ ആദ്യം ബാറ്റ് ചെയ്യുന്നു. 155 റൺസ് മാത്രം സ്വന്തമാക്കുന്നു. ചെന്നൈ ബാറ്റിങ്ങിനിറങ്ങുന്നതിന് മുൻപ് ചെപ്പോക്കിലെ വലിയ സ്ക്രീനിൽ തെളിയുന്നു. രോഹിത് ശർമ്മക്ക് പകരം മുംബൈ നിരയിൽ ഇമ്പാക്റ്റ് താരമായി വിഘ്നേഷ് ഇറങ്ങിയിരിക്കുന്നു. രജിൻ രവീന്ദ്രയും രാഹുൽ ത്രിപാഠിയും ക്രീസിൽ. രാഹുൽ വേഗം മടങ്ങിയപ്പോൾ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ക്രീസിൽ. ഇരുവരും കസറാൻ തുടങ്ങി. അനായാസം ചെന്നൈക്കാർ വിജയിക്കുമെന്ന ഘട്ടത്തിൽ മുംബൈ നായകൻ സൂര്യകുമാർ തന്റെ ട്രംപ് കാർഡ് ഇറക്കുന്നു. പന്ത് വിഘ്നേഷിന്. ആദ്യ ഓവറിൽ ഋതുരാജ് പുറത്ത്. വിഘ്നേഷിന്റെ 2ാം ഓവറിൽ ശിവം ദുബൈ മടങ്ങുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 3ാം ഓവറിൽ ദീപക് ഹുഡക്കും മടക്കം. 3 ഓവറുകളിൽ 3 വിക്കറ്റ്. പിന്നെ സൂര്യകുമാർ വിഘ്നേഷിന്റെ അവസാന ഓവർ കരുതി വെച്ചു. അത് പ്രയോഗിക്കാൻ 19ാം ഓവറാണ് മുംബൈ നായകൻ തിരഞ്ഞെടുത്തത്. എന്നാൽ രജിൻ രവീന്ദ്ര എന്ന കിവിക്കാരൻ പന്തിനെ ക്രീസ് വിട്ട് പ്രഹരിച്ചു. ചെന്നൈ മത്സരം നേടി. പക്ഷേ 32 റൺസിന് 3 പേരെ പുറത്താക്കിയ വിഘ്നേഷായിരുന്നു താരം. ധോണി ഉൾപ്പെടെ പ്രമുഖർ കൊച്ചു സ്പിന്നറെ അനുമോദിച്ചു. വിഘ്നേഷ് താരമായി, വാർത്തയായി. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളും വാർത്താ താരങ്ങളായി. മകൻ്റെ വളർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞ രക്ഷിതാക്കൾ ഒരു പേരിനോട് പ്രത്യേകം നന്ദി പറഞ്ഞു. മുഹമ്മദ് ഷെരീഫ് ചിറക്കൽ. ഇനി ഷെരീഫിനെ അറിയാം. അന്ന് 10 വയസ്സാണ് വിഘ്നേഷിന് പ്രായം. കുഞ്ഞുനാളിൻ്റെ അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് കോച്ചിങ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. കണ്ണൻ എന്ന് എല്ലാവരും വിളിക്കുന്ന വിഘ്നേഷിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അണ്ടർ 19 മലപ്പുറം ജില്ലാ ടീമിനായി 2 വർഷം തുടർച്ചയായി കളിച്ച മുഹമ്മദ് ഷെരീഫ് ഓഫ് സ്പിന്നറായിരുന്നു. ഇരുവരും വീടിനടുത്തുള്ള ഇടറോഡിൽ സ്റ്റിച്ച് പന്ത് കളിക്കും. താൻ ക്യാമ്പിൽ നിന്നും പഠിച്ചെടുത്ത പല പാഠങ്ങളും അന്നേ വിഘ്നേഷ് ചെയ്തു കാണിക്കുന്നത് അമ്പരപ്പോടെ നോക്കി നിന്നിട്ടുണ്ട് ഷെരീഫ്. ഇതെല്ലാം കണ്ടാണ് തൻ്റെ പരിശീലകനായ പെരിന്തൽമണ്ണയിലുള്ള സിജി വിജയകുമാറിനോട് കാര്യം പറയുന്നത്. അവനെയും കൂട്ടിവരാനായിരുന്നു മറുപടി. വിജയകുമാറിൻ്റെ കീഴിലുള്ള പരിശീലനം അവനെ മികച്ചൊരു ക്രിക്കറ്ററാക്കി. അവിടെ നിന്നാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിനോളം വളരാൻ വിഘ്നേഷ് പ്രാപ്തനായത്. കണ്ണൻ്റെ ഉയർച്ചയിൽ വലിയ സന്തോഷമുണ്ട്. എഴുത്തികാഫിലായതിനാൽ മത്സരങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. റമദാൻ വ്രതാനുഷ്ഠാനം കഴിഞ്ഞുള്ള മത്സരങ്ങൾ കാണും എന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈ ഇന്ത്യൻസിൽ സെലക്ഷൻ ലഭിച്ചപ്പോൾ വിളിച്ചിരുന്നു. എന്നെക്കുറിച്ച് ഓർക്കുന്നത് ആ വീട്ടുകാരുടെ നന്മയാണ്. ദൈവം നൽകിയ കഴിവുണ്ട്. നല്ല കഠിനാധ്വാനിയുമാണ്. അവന് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. 10ാം ക്ലാസ് വരെ അങ്ങാടിപ്പുറം തരകൻ സ്കൂളിലാണ് മുഹമ്മദ് ഷെരീഫ് പഠിച്ചത്. പിന്നീട് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിൽ നിന്നും മതപഠനം. കൂടെ ഹയർ സെക്കൻഡറിയും പഠിച്ചു. വെട്ടേക്കോട് നെജുമുൽ ഹുദയിലും പഠിച്ചു. നിലവിൽ കോട്ടക്കൽ കുഴിപ്പുറത്താണ് താമസം. ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഷെരീഫ്. ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.